വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടോളൂ കേട്ടോ. ഞാന് തുണി തീർച്ചയായിട്ടും വീട്ടിൽ പോകട്ടാ. ആയിക്കോട്ടെ. കാര്യം ഭർത്താവാണെങ്കിലും ഒരാളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്ഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ചീപ്പായ പരിപാടിയാണ് അല്ലേ? സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിച്ചു. ഇതും കൂടി സഹിക്കാൻ എനിക്ക് വയ്യ. നാളെ അവകാശം പറഞ്ഞ് ഏതൊക്കെ പെണ്ണുങ്ങൾ വീട്ടിൽ കയറി വരുമെന്ന് ആര് കണ്ടു? പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും എത്ര കാലം ഞാൻ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കും? എനിക്ക് ശരിക്കും മടുത്തു. പ്രിയയുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. ഒരു ഫോൺ പോലും ഉപയോഗിക്കാതിരുന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോ നാച്ചുറലി ഒരു ഡൗട്ട് തോന്നില്ലേ? പ്രിയ പറയുന്നതൊക്കെ സ്വന്തം ഭർത്താവിനെ കുറിച്ചാ. അതെനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ. പക്ഷെ നിങ്ങളോടല്ലാതെ മറ്റാരോടാ ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത്? ആ മെസ്സേജസ് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്കും ഉറപ്പാ തോന്നിയത്. ആഫ്റ്റർ ഓൾ അയാളൊരു അധ്യാപകനല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ അച്ഛനല്ലേ? ഇങ്ങനെയുള്ള ബന്ധങ്ങളാ പലരുടെയും ജീവിതം ഇല്ലാതാക്കുന്നത്. ഐ കാന്റ് സ്റ്റാൻഡ് വിത്ത് ദിസ്. ഇതൊക്കെ മദ്യപാനത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് പ്രിയ. സ്വബോധമില്ലാത്ത അവസ്ഥയിൽ മാഷിന് തോന്നുന്ന ചില ഫാന്റസീസ് ആണ് ഇതൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ. പൂമലയിൽ ഒരു ജോൺസൺ മാഷുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാ. ആ കാലത്തെ പേര് കേട്ടൊരു കുടിയനായിരുന്നു. പക്ഷെ ഇപ്പം അതിന്നൊക്കെ മാറി പുനർജനി എന്ന പേരിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ നടത്തുക. നമുക്ക് മാഷൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയാലോ? ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല ഡോക്ടർ. ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പ്രാക്ടിക്കലാക്കുക വേണ്ടു. അല്ല മാഷെ, ഈ വെർച്വൽ വേൾഡ് നമ്മൾ കാണുന്നൊന്ന് റിയൽ ആവണമെന്നില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, മാഷ് കാണിച്ച ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഫേക്ക് അല്ലെന്നാര് കണ്ടു? അതെ, ഇപ്പോൾ നമുക്കിവിടെ നിന്ന് അൻവറിന്റെ ഫോണിൽ നിന്ന് ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് മാഷിന് മെസ്സേജ് അയക്കാം. ഞങ്ങളാണ് ആ മെസ്സേജ് അയച്ചെന്ന് മാഷ് എങ്ങനെ മനസ്സിലാവും? എന്റെ ജില്ല 10-20 കൊല്ലമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനല്ലേ ഞാൻ. ഈ കുരുത്തം കെട്ടത് നിങ്ങളൊക്കെ എത്ര എണ്ണത്തിലാണ് കാണുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം സമയം വേണം. എനിക്ക് ആദ്യമായിട്ടൊരു പെണ്ണിന്റെ മെസ്സേജ് വന്നപ്പോ ഒന്ന് പതറിയെന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ അന്ന് അതിന് റിപ്ലൈ ചെയ്യായിരുന്നത് ആ മെസ്സേജിന്റെ ഭാഷയ്ക്ക് ഒരു പെണ്ണിന്റെ മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ. അത് നിങ്ങളുടെ ആരുടെ കുരുത്തക്കേടാന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചോദിച്ചില്ല എന്ന് മാത്രം. പക്ഷെ ഇതങ്ങനെയല്ല. ഇവളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഇവളുടെ ഓരോ വാക്കിലുമുണ്ട് ഒരു പെൺമനസ്സിന്റെ പിടപ്പ്. ഓരോ അക്ഷരത്തിലുണ്ട് ഒരു പെണ്ണിന്റെ ചൂട്. ഇന്ന് അവൾ അയച്ച മെസ്സേജിന് മറുപടിയായിട്ട് ഐ ലവ് യു എന്ന് തിരിച്ചയച്ചപ്പോ എന്റെ നെഞ്ചി പിടയ്ക്കുന്ന ശബ്ദം എനിക്ക് തന്നെ കേൾക്കായിരുന്നു. ഭാസ്കര മാസ്റ്റർ ഒരു പാട്ടുണ്ട്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. കിളിവാതിലിന് പകരം ലാപ്ടോപ്പിന്റെ സ്ക്രീനാണെന്നുള്ള വ്യത്യാസമുള്ളൂ അല്ലേ മാഷേ? തീർന്നോ? ഐ വാണ്ട് മോർ. എനിക്കിത് കുറച്ചുകൂടി കൂടി. മാഷേ, ഇന്ന് 1-ാം തീയതിയാ. മാഷെ മതി മാഷെ, ഓവറാക്കണ്ട. മാഷ് ഇപ്പൊ വീട്ടിൽ പോ. ബാക്കി നമുക്ക് നാളെ കൂടാം. കുടിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ സംഘടിപ്പിക്കും. വേണമെന്നുള്ളവർക്ക് എന്റെ കൂടെ വരാം. നീ വരുന്നോ? ബാ. വേണ്ട മാഷേ, ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലി. വീട്ടിൽ പോണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. കൈയെടുക്കടാ. ഹലോ, ആരുല്ലേ? പ്ലീസ് ഒരെണ്ണം കിട്ടുമോ? കാല് പിടിക്കാം.
ഒന്നാം തീയതി സാധനം തപ്പി വന്നതാവൂലേ? എന്റെ ശശി എത്ര കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു. ഒരുത്തം പോലും ഒരു ബാറിന്റെ സെക്യൂരിറ്റി ആയില്ലല്ലോ എന്ന് അതിന് ഓർക്കുമ്പോഴാ. നമ്മളായിട്ടല്ലോ കമ്പനി, ന്യൂ ഹലോ? ജനറേഷൻ വെടക്കളായിട്ടല്ലേ? പോടാ അവിടുന്ന്. ഏയ് ചാരായ നിരോധനേഷൻ ഇന്ന് ഏറ്റവും ബെസ്റ്റ് സാധനം ഞാൻ കഴിച്ചേ. എന്താ ഇല്ലേ? ശരിയാണ് പക്ഷേ തൃശ്ശൂർ ഹലോ? ഒറ്റയ്ക്ക് നിന്ന് കണ്ടാ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു ഐറ്റം ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വാറ്റിട്ട് റോസാപ്പൂവിന്റെ ഗന്ധം. എന്താ അതിന്റെ ഒരു ടേസ്റ്റ്? എവിടെ? സാധനം കൂടെ തന്നേക്കില്ല, അവിടെ പോയിട്ട് കഴിക്കണം. മാസ്ക് വേണം. ആ, അല്ല എനിക്ക് മാസ്ക് വേണ ഏ? വാ എന്റെ കൂടെ വാ. അല്ല, ഫ്രൂട്ട്സ് ഇട്ടാണെങ്കിൽ കുഴപ്പമില്ല, ലിവറിന് നല്ലതാ. മാഷേ ഏ? മുതലൂരുണ്ട്. വന്നോ? സാധനങ്ങൾ എടുത്തോ. എവിടെ? സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് എവിടെ? പക്ഷെ ചെറിയ പ്രശ്നം. എന്താടാ? ആന്റിയുടെ അടുത്തേ തൊഴിൽ രഹിതകളായിട്ടുള്ള 2 പെൺകുട്ടികളുണ്ട്. പാവങ്ങളാ. ആ, മാഷ അതുകൂടെ സമ്മതിക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു ആന്റി പറഞ്ഞേ. എന്ന് വെച്ചാ എന്ന് വെച്ചാ തന്നെ ആ, മാഷ ഞാൻ പറഞ്ഞേക്ക്. എനിക്കതിൽ താല്പര്യമില്ല. മാഷ ഞാൻ പറഞ്ഞേക്ക്. ആ ശരിയാവില്ല. പെൺകുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരില്ല. നമുക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്ത് അവരും കൂടെ ഒതുക്കാം. അതല്ലേ ശരിയാവില്ല. അതൊക്കെ ശരിയാവും. ഇവിടെ വന്നിട്ട് തുള്ളി ടച്ച് ചെയ്യേണ്ട എങ്ങനെ പോവാ? പക്ഷേ ചുണ്ടത്ത് മുട്ടിയ കള്ളും ചാരത്ത് മുട്ടിയ പെണ്ണും തള്ളിക്കളയരുതെന്നാ. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് പറയുന്ന കാശ് കൊടുക്കും. അവിടെ ചെല്ലും, സാധനം മേടിക്കും, ഒറ്റ വലിയ ഇങ്ങോട്ട് പോരും. പിന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ ഞാൻ സ്കൂൾ മാസ്റ്റർ എന്നുള്ളത് അവിടെ പറയരുത്. തഹസീൽദാരാന്നാ ഞാൻ പറഞ്ഞത്. ആന്റി, ഓ വെള്ളം ചേർക്കാത്ത നല്ലിളം കള്ള് ചില്ലിൻ വെള്ള ഗ്ലാസിൽ ചെലുത്തി മത്സ്യമാംസാദികളോടൊത്തുമേളിപ്പതിനേക്കാൾ സ്വർലോകത്തിൽ ലഭിക്കില്ലുപരിയൊരു സുഖം പോക വേദാന്തമേ നീ. ഇങ്ങനെ ഒരു song കേട്ടിട്ടുണ്ടോ? ശശിയേ, ഓ, നിന്റെ മാഷിത മനുഷ്യരെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടാ. ഏ, മാഷല്ല, പറഞ്ഞു കൊടുത്തേ, പറഞ്ഞു. തഹസീൽദാര് ആരായാലും വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അന്നതാ ഇത് പിടിച്ചോ. അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്ക് ഞാൻ അവധി സ്വർഗത്തിൽ ഞാൻ മൊഴിയെടുത്തു. അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്ക് ഒരെണ്ണം. അവധി അതെ പോലീസ്